പൊതുപ്രവർത്തകനായ ശ്രീ അരുൺ മോഹൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ അരുൺ മോഹൻ, ഇവിടെ കഴിഞ്ഞ ദിവസം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. പോലീസ് വേടന് പിറകെ തന്നെയുണ്ട്, അന്വേഷണം ദ്രുതഗതിയിൽ നടക്കുകയാണ്. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ടും വേടൻ എവിടെയാണ് എന്ന് പോലും കണ്ടെത്താൻ നമ്മുടെ പോലീസിന് സാധിച്ചിട്ടില്ല. അവിടെയാണ് ഈ റാപ്പർ വേടന് എല്ലാവിധ സംരക്ഷണവും പോലീസ് ഒരുക്കുകയാണ്, സംസ്ഥാന സർക്കാർ എല്ലാ സഹായവും നൽകുകയാണ് എന്നുള്ള വിമർശനം വരുന്നത് എങ്ങനെ കാണുന്നു? വേടന് ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യമായിരുന്നു. ഇപ്പോൾ വേടൻ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കണം എന്നുള്ളതും സംസ്ഥാന സർക്കാരിന്റെ തന്നെ ആവശ്യമാണ്. സാമാന്യ ബോധമുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്, വേടൻ അനാവശ്യമായ ഒരു ഹൈപ്പ് കൊടുത്തിട്ട് അയാളെ അറസ്റ്റ് ചെയ്തത് ഇവിടുത്തെ പോലീസ് തന്നെയാണ്. അയാളെ അറസ്റ്റ് ചെയ്തു. ആദ്യത്തെ നമുക്കറിയാം, അതിനു മുമ്പ് ഒരു ഇതേപോലെ തന്നെ ലൈംഗിക ആരോപണ കേസ് അയാളുടെ പേരിലുള്ളതാണ്. ശേഷം കഞ്ചാവ് കേസിൽ അയാൾ അറസ്റ്റിലാകുന്നു. പിന്നെ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് അറസ്റ്റ് ചെയ്യുന്ന വാർത്ത വരുന്നു. ഇങ്ങനെ ഒരാഴ്ച കാലത്തോളം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുഴുവൻ ഒരാളെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തൊരു ഹൈപ്പ് ഉണ്ടാക്കി അയാൾ എന്തോ വലിയ സംഭവമാണെന്ന രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്നത് നമ്മൾ സാധാരണ പറയാറുണ്ട്, ഈ കൾച്ചറൽ മാർക്സിസത്തില് ഈ പ്രിസൺ ഡയറീസ് എന്നുള്ള പുസ്തകത്തിലൊക്കെ ചില കാര്യങ്ങളെ കുറിച്ച് പരാമർശിക്കും. ഒരു നാട്ടിൽ എങ്ങനെ കലാപം ഉണ്ടാക്കാമെന്നുള്ള ആസൂത്രിതമായ ഒരു പരിശ്രമം നമുക്ക് ഇയാളുടെ ഓരോ പ്രവർത്തനത്തിലും കാണാൻ സാധിക്കും. അയാളുടെ വരികളിലൂടെ, അയാളുടെ വാക്കുകളിലൂടെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ അയാളുടെ ജാതി ഇന്നതാണ് എന്ന് മനസ്സിലാക്കുന്നവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഫോമിൽ ഫില്ല് ചെയ്യുന്ന സമയത്തല്ലാതെ അങ്ങനെയുള്ള ഒരു യുവതലമുറയ്ക്ക് മുന്നിലേക്ക് നിങ്ങൾ ഈ ജാതിയിൽപ്പെട്ടയാളാണ്, നിന്റെ അടുത്തിരിക്കുന്നവൻ മറ്റേ ജാതിയാണ്, ഇവര് തമ്മിൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികരോട് അതാണ് ചെയ്തത്, ഇതാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരാളെ മാതൃകയാക്കണം എന്ന് പറയുന്നത്, അയാൾ പറയട്ടെ, അതിനെ ഈ പറഞ്ഞ പോലെ ഗ്ലോറിഫൈ ചെയ്യുകയും അയാളെ മാതൃകയാക്കണമെന്ന് പറയുന്നിടത്താണ് അതിന് മത്സരിക്കാൻ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ, സംസ്ഥാന സെക്രട്ടറി CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ ആശയം തന്നെയാണ് വേടൻ പറയുന്നതെന്നാണ്. KPCCയുടെ പരസ്യമായ പ്രസ്താവന വന്നു, വേടനെ മാതൃകയാക്കണമെന്ന്. അപ്പൊ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ ചെറുപ്പക്കാരെ കൂട്ടാൻ സാധിക്കാത്തതിന് എന്ത് വൃത്തികേടും പറഞ്ഞ് ചെറുപ്പക്കാരെ ആരെങ്കിലും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ കൂട്ടുന്നുണ്ടെങ്കിൽ അവരുടെ ആശയം ഞങ്ങളുടേതാണെന്ന് പറയുന്നിടത്താണ് ഒരു പ്രശ്നം. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ അനാവശ്യമായ സപ്പോർട്ട് സർക്കാരിന്റെ അതിഥിയാക്കി പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നു. മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള മന്ത്രികൾ വേദി കയറുന്നു, ഷാഫി പറമ്പിൽ കിരീടവുമായിട്ട് പോകുന്നു, മറ്റേതോ സിനിമയിൽ പണ്ട് പറഞ്ഞ പോലെ കോഴിയെ മുട്ടയിടാൻ ഓടിക്കുന്നു. പിന്നെ അതുപോലെ ഇങ്ങനത്തെ കുറെ ആക്ടിവിറ്റീസ് രാഷ്ട്രീയ പാർട്ടിക്കാർ നിർത്തിയാൽ തന്നെ ഒരു പരിധി വരെ ഇത് നിയമത്തിന് വഴിക്ക് വിട്ടുകൊടുക്കുക. ബലാത്സംഗ കേസിൽ ഏറ്റവും അവസാനം അതുകൊണ്ട് ഞാൻ വേണേൽ അവസാനിപ്പിക്കാം. അതായത് ബലാത്സംഗ കേസിൽ ഒന്നാലോചിച്ചു, ഒരു ഭാര്യ ഭർത്താവ് അവരുടെ ലൈംഗിക ബന്ധത്തിൽ തന്നെ നിർബന്ധിതമായ ലൈംഗിക ബന്ധത്തിന് വിധേയയാക്കുകയാണെങ്കിൽ ഭാര്യയ്ക്ക് തന്നെ നിയമപരമായ സഹായം തേടാം എന്നുള്ള നിയമമുള്ള നാടാണ് നമ്മുടെ. നോൺ ബെയിലബിൾ ഒഫൻസ് ആണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. അങ്ങനെ ഉള്ളിടത്ത് ചില ആളുകൾ പറയുന്നത് കേട്ടു, ആ പെൺകുട്ടിയുടെ സമ്മതപ്രകാരമല്ലേ എന്നൊക്കെ. നിയമത്തിന്റെ വശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മുമ്പ് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചുള്ളത് നോൺ ബെയിലബിൾ ആണ്. എന്നിട്ട് എന്തുകൊണ്ട് ഇവർക്ക് കേസെടുക്കാൻ സാധിക്കുന്നില്ല? അത് മാത്രമല്ല അരുൺ മോഹൻ, ആ പെൺകുട്ടി പരാതി നൽകുന്നു, പരാതിയിൽ FIR ഇടുന്നു. അതിനുശേഷം കൂടുതൽ പെൺകുട്ടികൾ സോഷ്യൽ മീഡിയകളിലൂടെ ഇത്തരത്തിൽ തങ്ങളെയും പീഡനത്തിന് ഇരയാക്കപ്പെട്ടു എന്ന രീതിയിലുള്ള തുറന്നു പറച്ചിൽ നടത്തുന്നു. എന്നിട്ടും പോലീസ്, ആഭ്യന്തര വകുപ്പ് വേടനെ പിടികൂടാൻ കഴിയുന്നില്ല എന്നത് കഴിയാഞ്ഞിട്ടല്ല. നേരത്തെ ശ്രീ ഡോക്ടർ NR മധു അടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള ഒരു അവസരം ബോധപൂർവം ഉണ്ടാക്കി കൊടുക്കുകയാണല്ലേ? സംശയമില്ലാത്ത കാര്യമല്ലേ? അതായത് നമ്മുടെ നിയമ സംവിധാനങ്ങൾ, സർക്കാർ സംവിധാനങ്ങളിലേക്ക് നമ്മൾ വെറുതെ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ ഈ അടുത്ത് നടന്നിട്ടുള്ള ഏതാനും ചില ഇൻസിഡൻസ് മാത്രം നമ്മൾ പരിഗണിച്ച് നോക്കൂ. ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലാത്ത വകുപ്പാണെങ്കിൽ വളരെ മുൻകൂട്ടി തന്നെ വീട് വളഞ്ഞ്, നിസ്സാര ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് എന്തോ ക്രിമിനലിനെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയ നാടാണ് നമ്മുടെ. നമ്മൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കില്ല. അപ്പോൾ ഇതിനെല്ലാം കാര്യങ്ങൾ തീരുമാനിക്കുന്ന രാഷ്ട്രീയമാണ്. ഏത് നിയമം എവിടെ അപ്ലൈ ചെയ്യണം, അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം, ഏത് സമയത്ത് അറസ്റ്റിലാവണം. ചില സിനിമകളിലൊക്കെ മാത്രമേ നമ്മൾ കണ്ടുവരുന്നുള്ളൂ. അത് യാഥാർത്ഥ്യമാണെന്ന് ഇപ്പം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരാളുടെ പേരിൽ കുറ്റം ആരോപിക്കപ്പെടേണ്ട സമയം, അയാളെ അറസ്റ്റ് ചെയ്യേണ്ട സമയം, കോടതിയിൽ ഹാജരാക്കേണ്ട സമയം, ഇതെല്ലാം ഒരു തിരക്കഥ തയ്യാറാക്കുന്നത് പോലെ ചില രാഷ്ട്രീയക്കാർ എഴുതി കൊടുക്കുന്ന ഒരു നാടായി നമ്മുടെ കേരളം അധപ്പതിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇതുപോലത്തെ ഒരു വിഷയത്തിൽ കൂടുതൽ കുട്ടികൾ ഞങ്ങൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പരസ്യമായി, വെർബലായി മാത്രം ഒരു പെൺകുട്ടി പറഞ്ഞാൽ നോൺ ബെയിലബിൾ FIR ഇടുന്ന നാട്ടിൽ നിരന്തരമായി ഒന്നിൽ കൂടുതൽ ആളുകൾ പരസ്യമായി തന്നെ മാധ്യമങ്ങളിലൂടെ വന്നിട്ട് അത് പറയുന്നു. അവർ രേഖാമൂലം പരാതി കൊടുക്കുന്നു, FIR ഇടുന്നു.
അങ്ങനെയൊക്കെ വന്നിരിക്കുന്ന ഒരു കേസിൽ എങ്ങനെ എത്ര കാലം താമസിപ്പിച്ചാൽ ജാമ്യം താമസിപ്പിക്കാം എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ തിരക്കഥ തയ്യാറാക്കുന്നത്. അപ്പൊ തിരക്കഥ തയ്യാറാക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ അനാവശ്യമായിട്ടുള്ള ഇടപെടലാണ് ഇത്തരം വിഷയങ്ങളിൽ. അപ്പൊ ഇത്തരം വിഷയങ്ങളെ തുറന്നു വിടുക. ഇവർ പലപ്പോഴും പറയുമല്ലോ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നൊക്കെ പറയും. ഇപ്പോ ഇത് മാതൃകയാക്കണേ ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായ CPM-ന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ മുമ്പെടുത്ത നിലപാട് ഇപ്പോഴും അവർക്കുണ്ടോ? ബലാത്സംഗ കേസാണ്. ഈ കേസിൽ അറസ്റ്റ് കേരള പോലീസിന്റെ എഫിഷ്യൻസി ഒന്നും ആരും ഇവിടെ ചോദ്യം ചെയ്യുന്നില്ല. നമുക്കറിയാമല്ലോ, സെക്കൻഡുകൾക്കുള്ളിൽ ഒരാളെ ട്രാപ്പ് ചെയ്യാനും അയാളെ പൊക്കാനും കപ്പാസിറ്റി ഉള്ളൊരു സംവിധാനം കേരള പോലീസിന് ഇവിടെ ഉള്ളപ്പോൾ ഇത്രയും കാലമായിട്ടും ഈ ആരോപണം വന്നിട്ട് ഇപ്പൊ 4-5 ദിവസമായിട്ടും ഈ മൂക്കിന്റെ തുമ്പത്തിരിക്കുന്ന ഒരാളെ പിടിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് അത് രാഷ്ട്രീയപരമായ പരിരക്ഷ തന്നെയാണ്, സംരക്ഷണം തന്നെയാണ്. ഇത് കേരളത്തിലെ പൊതുസമൂഹം അത് കൃത്യമായും ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. യെസ്, വളരെയധികം നന്ദി ശ്രീ അരുൺ മോഹൻ ഈ ഒരു സമയം ഞങ്ങളുടെ സഹകരിച്ചതിന്.